പാപത്തിന്റെ ശമ്പളം മരണമെന്നറിയാതെ മരണത്തിന്റെ കരങ്ങളിൽ താണു വീണുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓരോ മേഖലകളിൽ നിന്നും ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്റെ ദൗത്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ പ്രത്യാശ തീരദേശ മിഷൻ എന്ന് പറയപ്പെടുന്നത് ദൈവം തന്ന സ്വർഗീയ ദർശനത്തിന് കീഴ്പ്പെട്ട ഒരു ആത്മീയ ഉണർവിന്റെ കാഹളവുമായി മുന്നോട്ട് കുതിക്കുന്ന ഒരാത്മീയ സംഘടനയാണ്. ഇതിന് ഒരിക്കലും വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനമായി നിലകൊള്ളുവാനല്ല, പിന്നെയോ ആത്മീയ ഉണർവിന് വേണ്ടി എല്ലാ ജീവിതങ്ങളെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ആത്മദാഹമാണ് ഈ സംഘടനയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. ഇതെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കുവാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2007 അഞ്ജലി പോൾ എന്ന് പറയപ്പെടുന്ന ദൈവദാസി വിളിച്ചു പറഞ്ഞു, കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. 2007 തന്നെ സ്വർഗം തന്നൊരു സ്വർഗീയ ദർശനമുണ്ട്. പാരമ്പര്യത്തിന്റെ കോട്ടകൾ വിട്ട് ജനം നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആ സ്വർഗീയ ദർശനം കാണുവാനിടയായി. അതോടൊപ്പം തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ കാണുന്ന ഒരു ദർശനമുണ്ട്. 2 കൈവഴിയായി കേരളത്തിന്റെ ആ പ്രദേശത്തിൽ നിന്ന് ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട് ഇന്ത്യയൊട്ടാകെ വ്യാപരിച്ച് ഇന്ത്യ മൊത്തത്തിൽ നിറയുന്നത് ആ പെൺകുട്ടി കാണുവാനിടയായി തീർന്നു. ഒരു കാര്യം വിളിച്ചു പറയട്ടോ, ഈ ആത്മീയ ഉണർവിനെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ തന്നെ ഹേമിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം ഞാനിവിടെ രുചിച്ചറിയുന്നുണ്ട്. ഒന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഈ ദേശത്തൊരു ആത്മീയ ഉണർവിന്റെ കാഹളം മുഴക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു, ഈ സെന്ററിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ തെരുവിന്റെ വീതിയിൽ നിന്നുകൊണ്ട് ഈ ആത്മീയ ഉണർവിന്റെ സന്ദേശം ഉറക്കെ വിളിച്ചു പറയുന്നത്. ട്രംപറ്റടിച്ച് ആർത്ത് വിളിച്ച് നമ്മളിത് വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ദേശത്തിന്റെ ഓരോ കോണിലും ഇതിന്റെ ചലനമെത്തും പോരാ. നമ്മളൊക്കെയും ആത്മീയ ഉണർവിന്റെ സാക്ഷികളായി മുന്നോട്ട് നിൽക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ അപ്പന്റെ കരം അഭിഷേകമായി നമ്മോട് കൂടെയിരിക്കും. ഈ ദേശം ഈ ഉണർവ് കാണുവാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ആത്മീയ ഉണർവിന്റെ ഭാഗമായി നമുക്കൊന്നിച്ച് നിൽക്കുവാൻ സ്വർഗം തന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.